മാർച്ച് 2 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പ്രതീക്ഷ എന്ന തലക്കെട്ടോടുകൂടി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അധ്യായത്തിലെ ഒരു വാചകമാണ്. നിരുത്സാഹപ്പെടരുത് എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ വന്ന് തുടക്കത്തിലൊക്കെ വളരെ സന്തോഷകരമായിട്ട് നമ്മൾ സഞ്ചരിക്കുക. പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുന്നത്. നമുക്ക് പൊതുവെ അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരുവിധം ആളുകൾക്കൊക്കെ മദ്യം നിർത്തി ആ കൂട്ടായ്മയുടേതായ സുഖമൊക്കെ കിട്ടുമ്പോൾ വലിയൊരു ആശ്വാസം, നമ്മൾ ഒറ്റപ്പെട്ടവരല്ല എന്നുള്ള ബോധ്യം. കൂട്ടായ്മയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് സംഭവിക്കും. നമ്മൾ പൊതുവെ സമൂഹവുമായിട്ടും ആളുകളുമായിട്ട് കൂടിച്ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് നമുക്കതൊക്കെ ഇഷ്ടമാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്നു എന്ന് പറയാനൊരു തിടുക്കം നമ്മൾ കാണിക്കും. നമ്മുടെ സോഷ്യൽ ഇൻസിസ്റ്റ് നമുക്ക് നന്നായിട്ടുണ്ടാവും. കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലെ കേമനാണ്, ഇല്ലെങ്കിൽ ഒട്ടും മോശക്കാരനൊന്നല്ല എന്ന് കാണിക്കാനൊക്കെ നമ്മൾ ശ്രമം നടത്തും. തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത, പലപ്പോഴും ഇതൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്നൊക്കെ പല രീതിയിൽ തെന്നിമാറിയിട്ടാണ് പോവുക. നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏത് പ്രശ്നമാണോ നമുക്കുള്ളത്, അവിടെയാണ് നമ്മൾ ഈ കമ്പാരിസൺ പാടില്ല എന്നേ പറയുന്നതിൻ്റെ കാരണം. പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യം നടക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇന്നൊരു കുഴപ്പമുണ്ടായില്ല, ദൈവാനുഗ്രഹമാണെന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്നിട്ടാണ് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളെപ്പോലെ ഹാപ്പി ആകുന്ന, സന്തോഷിക്കുന്ന ആളുകളില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ അടുത്ത് സ്റ്റെപ്പിലേക്ക് കയറി എന്നുള്ളതാണ്. അവിടെയാണ് ആ അംഗത്തിൻ്റെയൊക്കെ ഷെയറിങ് വളരെ കൃത്യമായിട്ട് രണ്ടാമത്തെ പാട്ടിലൊക്കെ പറയുന്നുണ്ട്. എന്താണ് ജീവിതത്തിനെ ജീവിതമാകുന്ന രീതിയിലേക്ക് സ്വീകരിക്കുക എന്നത് എളുപ്പമല്ല. അത് മനസ്സിലാകുമ്പോഴാണ് മൂന്നാമത്തെ പടിയുടെയൊക്കെ പ്രായോഗികത നമുക്ക് മനസ്സിലാവുക. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഏതൊരു കാര്യമാണോ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കുഴപ്പമുള്ളത്, വൈകാരികമായ പ്രശ്നങ്ങളായിരിക്കാം, നമ്മുടെ ഭയമായിരിക്കാം, പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കാതെ, രോഗങ്ങളായിരിക്കാം, കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിയാലിറ്റികൾ നമുക്ക് കടന്നു വരാൻ തുടങ്ങും. ഒരു തരം മടുപ്പ് കടന്നു വരും. പല രീതിയിലും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നുള്ള പരാതികളാവും. എവിടെ പോയാലും എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്ന എന്നുള്ള ചിന്ത നമുക്ക് കടന്നു വരും. എവിടെ പോയാലും എനിക്കൊരു സന്തോഷവും സമാധാനവും ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെയാണ് നിരുത്സാഹപ്പെടരുത് എന്ന പ്രോഗ്രാം നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുന്നത്. പലപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നതും അല്ലെങ്കിൽ സുഖവും സന്തോഷവും ഒക്കെ നമ്മൾ കരുതുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ആകുമ്പോൾ ആണ്. അതിനെയാണ് ശീലം. അതിനെയാണ് പലപ്പോഴും അത് പറ്റാത്തപ്പോഴാണ് മദ്യം പോലും നമുക്ക് കടന്നു വരുന്നത്. നമ്മൾ നമ്മളുടെ മാത്രം കാര്യങ്ങളിൽ വളരെ അധികം താല്പര്യമുള്ള ആളുകളാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം പ്രോഗ്രാമിലുണ്ട്. നമ്മുടെ യഥാർത്ഥ കുഴപ്പം, നമ്മുടെ നിരാശയും വിഷമങ്ങളും എല്ലാം കടന്നു വരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആളുകളും സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുന്നില്ല. അവിടങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉപാധികൾ വെക്കുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം പോലും ചെയ്യാനായിട്ട് വന്ന കാലങ്ങളിൽ ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട് മാറുന്ന പോലെ എന്തോ ഒരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്ത പോലെ വലിയ രീതിയിലൊരു പരിവർത്തനം ഉണ്ടാവും. എല്ലാത്തിനോടും ആ രീതിയിലുള്ള ഒരാളാണ് ഞാനെന്ന മദ്യാസക്തൻ. അവിടെയാണ് പ്രോഗ്രാം മനസ്സിലാക്കി തന്നത് അങ്ങനെയല്ല, നമ്മൾ എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഞാൻ എന്താണ്, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, ഏതൊക്കെ സാഹചര്യങ്ങൾ എനിക്ക് നേരിടാൻ പറ്റും, ഏതൊക്കെ കുഴപ്പങ്ങൾ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത്, ഏതൊക്കെ കാര്യങ്ങളിൽ എനിക്ക് ദുർബലത ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങളിൽ എനിക്ക് ശക്തമായിട്ട് നിൽക്കാൻ പറ്റും. അവിടെയാണ് ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു എന്നുള്ളത് വിഷയമല്ല. മാറാനുള്ള തയ്യാറെടുപ്പുണ്ടോ, അവിടെ നിന്ന് മാറാം. അതുകൊണ്ടാണ് നമുക്കൊരു മാറ്റം ഉണ്ടായെന്ന് വെച്ചിട്ട് വേറെ ആൾക്കാരെ നമ്മൾ ആ മാറ്റത്തിന് വേണ്ടി നിർബന്ധിക്കുക, അവരെ ഇതാക്കിയിട്ട് ഷെയർ ചെയ്യുക, ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, മൂന്നാം പടി മനസ്സിലാക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ മൂന്നാമത്തെ പടിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല. കാരണം അവിടെ ഞാൻ എന്നെയാണ് മാറ്റിയെടുക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്, വേറൊരാളെ മാറ്റിയെടുക്കാനുള്ള ശ്രമമില്ല. അത് ആദ്യമേ ഉപേക്ഷിച്ചു. ഞാൻ മാറാനുള്ള തയ്യാറെടുപ്പ് വന്നു. എങ്ങനെ? കാര്യങ്ങൾ, സാഹചര്യങ്ങളും ആളുകളും എനിക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ
അതിനെ സ്വീകരിക്കാൻ ഞാനെന്ന മദ്യാസക്തൻ എന്നെ പരുവപ്പെടുത്തി അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കുന്ന പ്രോഗ്രാമിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എങ്ങനെ ആയി മാറണം? പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയിട്ട് സന്തോഷിക്കാനും സമാധാനിക്കാനും പറ്റില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്, അത് തീർന്നിട്ട് ഇതാവും, അല്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കരുതുക അങ്ങനെയാണ്, നാളത്തോടു കൂടി ഇതാക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാക്കാം, അടിച്ചുകൊണ്ട് കുറേ സ്വപ്നങ്ങൾ കാണും. ഇതൊന്നുമല്ല, ഇന്നിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന റിയാലിറ്റിയിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കുറച്ച് നേരമെങ്കിലും എങ്ങനെ സന്തോഷത്തിലേക്ക് ഇന്നിലേക്ക് എത്താൻ പറ്റും എന്നതാണ് പരിശീലനം. അതല്ലാണ്ട് നാളെ ഇതൊക്കെ ഒന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വയറുവേദന ഉണ്ട്, ആ വയറുവേദന മാറിയിട്ട് നാളെ അങ്ങനെ ആയിട്ടിരിക്കാം എന്നല്ല. യഥാർത്ഥത്തിൽ ഇന്ന് ആ വയറുവേദനയ്ക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ഈ നിമിഷം, അല്ലെങ്കിൽ അതിനെ മാറ്റാനുള്ള എന്ത് ചെയ്യണം, ആ കാര്യങ്ങളിലേക്ക് മുഴുകുമ്പോൾ പതുക്കെ, അല്ലെങ്കിൽ വേറൊരു പരിപാടിയിലേക്ക് മുഴുകുമ്പോൾ വയറുവേദന മാറിക്കിട്ടും. അതേപോലെയാണ് പരിപൂർണമായിട്ട് എല്ലാം മാറിയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകുമ്പോൾ ഹാപ്പി ആയിട്ട് ആ ടൂറ് പോയതിന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുക ആ ടൂറുകളാക്കുന്ന ഞാൻ ടൂറ് പോകുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചല്ല, ഇന്നിവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നിൽക്കുന്ന മുഹൂർത്തങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള ആദികൾ ഞാൻ മാറ്റിവെക്കുകയാണ്. ഈ നിമിഷത്തിൽ നിൽക്കുക, എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൽ മുഴുകി നിൽക്കുക, ബാക്കി വരുന്ന കാര്യങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് ജീവിതത്തിനെ നേരിടാനായിട്ട് പറ്റുള്ളൂ. ഞാനല്ല എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവുള്ളൂ. വാക്കുകളല്ലാതെ അത് പ്രവൃത്തിയായിട്ട് കടന്നു വരുള്ളൂ. എനിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നേരിടാനുള്ള കരുത്തുണ്ടാവുകയും യഥാർത്ഥത്തിൽ ആ വലിയ ശക്തി എന്ന് പറയുന്ന ആശയത്തെ എവിടെ പ്രായോഗികമാക്കണമെന്നുള്ള ബോധ്യം കടന്നു വരുള്ളൂ. അവിടെയാണ് എൻ്റെ രോഗം എന്താണ്, ആ രോഗം എനിക്ക് ഒറ്റയ്ക്ക് നേരിടാനായിട്ട് സാധ്യമല്ല എന്നുള്ള ബോധ്യം, ആ രോഗത്തെ എങ്ങനെയാണ് ഞാൻ മാറ്റേണ്ടതെന്നുള്ള കാര്യം. അവിടങ്ങളിലൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടാതെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും, വിചാരിക്കാത്ത വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം പ്രദാനം ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി ഫ്രഷൻ. നമുക്ക് ഒരുമിച്ചുകൊണ്ടേ പറയുന്നത് മുന്നോട്ട് പോകാം. സുപ്രഭാതം.